കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, തുടർച്ചയായ നയതന്ത്ര തിരിച്ചടിക്ക് പിന്നാലെയാണ് ആയുധം കൊണ്ടുള്ള ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയത്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് ആദ്യമേ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇനിയുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഗോപിക, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 10 മണിക്ക് നിലവിൽ ആർമി ബ്രീഫിംഗ്, അതായത് മാധ്യമങ്ങളെ കാണുകയും ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് ഓപ്പറേഷൻ സിന്ധു സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യും. പക്ഷേ അതേ സമയത്ത് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിലായിരിക്കും ഇനി ഏതൊക്കെ തരത്തിൽ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ കഴിയുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് പോകുന്നത്. അതായത് ഇന്നാണ് സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മോക്ക് ഡ്രിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ നേരിടാൻ ആവശ്യമായ നടപടി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു മോക്ക് ഡ്രിൽ നടക്കുന്നതിന് 2 ദിവസം മുന്നേ തന്നെ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ, സമുദ്ര അതിർത്തിയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തുകയും മറ്റു നടപടികളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെയാണ് പാകിസ്ഥാൻ പൗരന്മാർ എത്രത്തോളം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്, അവരെ സംബന്ധിച്ച കൃത്യമായ കണക്ക്, എത്രത്തോളം ആളുകളെ മടക്കി അയച്ചു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു കണക്കും എടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരം മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം എത്ര പേര് തിരിച്ച് അയച്ചു എന്നുള്ളത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ സംസ്ഥാനത്തുമുള്ള പാകിസ്ഥാൻ പൗരന്മാരുടെ വിവരങ്ങൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും റോയും എല്ലാം തന്നെ തേടുകയും അത് വിശകലനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. ഈ മോക്ക് ഡ്രിൽ ഇന്നാണെന്നുള്ള ധാരണയിൽ സ്വാഭാവികമായും സുരക്ഷാ പരിശോധനകൾ ഇന്ന് മാത്രമാണ് എന്ന് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായി ഇത് കൃത്യമായി തന്നെ ഓരോ സംസ്ഥാനത്തും വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷനുകൾ അടക്കം കേന്ദ്രീകരിച്ച് അതിസുരക്ഷയാണ്. ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെ വളരെ കൃത്യമായ ഒരു ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച ഇനി ഏത് തരത്തിൽ, അടുത്ത ഘട്ടം ഏത് തരത്തിൽ എന്ന സംബന്ധിച്ച് കൃത്യമായി ഒരു നടപടി ഉണ്ടാകും. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഷെല്ലിങ്, വലിയ രീതിയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചെറിയ മിസൈലുകളും ഷെല്ലുകളും വലിയ രീതിയിൽ അതിർത്തിയിൽ നിന്ന് സ്പർശിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ജനവാസ മേഖലകളിലേക്കാണ്. അതിൽ തന്നെ 5 പേർക്ക് പരിക്കേൽക്കുകയും 3 പേർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു എന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അതിനുള്ളൊരു തിരിച്ചടി കൂടി ഒരു പക്ഷേ ഈ വരുന്ന മണിക്കൂറുകളിലോ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ ജെയ്ഷ് ഇ മുഹമ്മദിന്റെയും ഹിസ്ബുൽ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ആയുധ പരിശീലന കേന്ദ്രങ്ങളാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ പാകിസ്ഥാൻ ഇപ്പോൾ 12 അതിനിടയിലുള്ള ഒരു സംഖ്യയാണ് പറയുന്നതെങ്കിൽ അതിനപ്പുറത്തേക്ക്, കാരണം ഇതിൽ പല ക്യാമ്പുകളിൽ 150ഓളം പേർക്ക് വരെ താമസിക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനിയും ഈ മരണസംഖ്യ, അതായത് കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ എണ്ണം എത്രത്തോളം കുറച്ച് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് അവർ ഉറ്റുനോക്കുന്നത്. കാരണം അങ്ങനെ കൂടുതലായി ഭീകരരുടെ എണ്ണം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോഴുള്ളതിലും കുറെ കൂടി ഒറ്റപ്പെടൽ നേരിടേണ്ടി വരും, മറ്റ് നീക്കങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നു. മാത്രമല്ല, ഇതുവരെ ഉണ്ടായ സാഹചര്യങ്ങൾ അമേരിക്കയും ബ്രിട്ടനെയും ഒപ്പം തന്നെ സൗദി അറേബ്യ, UAE, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ കൃത്യമായി തന്നെ ഇന്ത്യ അറിയിക്കുകയും ആ നീക്കങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് സംബന്ധിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് മാർക്കോ റൂബോയുമായി സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം, ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട വലിയ സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തിയ ഒരു ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് കൃത്യമായൊരു നിലപാട് അമേരിക്ക അടക്കം അറിയിക്കുകയും റഷ്യയും അടക്കം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല, പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അവരിൽ നിന്നും കുറെ കൂടി പിന്മാറുക അല്ലെങ്കിൽ അവരെ മാറ്റുക എന്നത് തന്നെയാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട ഇനിയുള്ള നീക്കങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും പ്രധാനമന്ത്രി കൃത്യമായി അവലോകനം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇനി അടുത്ത ഘട്ടം എന്നുള്ളതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത്. അതേസമയം തന്നെ അതിർത്തിയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കുകയും സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി നൽകുകയും ചെയ്തിരിക്കുന്നു. എയർ ഇന്ത്യ തങ്ങളുടെ എല്ലാ വിമാന സർവീസുകളും താൽക്കാലികമായി അതിർത്തി നിർത്തിവെച്ചിരിക്കുന്നു. മാത്രമല്ല, ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള സൈനിക വിമാനങ്ങൾക്ക് മാത്രമാണ് ശ്രീനഗർ വിമാനത്താവളത്തിൽ ഇപ്പോൾ സർവീസ് നടത്താനുള്ള അനുമതി. മറ്റ് സാധാരണ ആളുകൾക്ക് വേണ്ടി, അതായത് സാധാരണ ആളുകൾ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റുകളൊന്നും തന്നെ ഒരു തരത്തിലും അവിടേക്ക് ഇപ്പൊ വ്യോമപാത അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വളരെ കൃത്യമായ നടപടികളിലേക്ക് പോവുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചായിരിക്കും അടുത്ത നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതാണ് കെ പ്രശാന്ത്. ഏത് രീതിയിലുള്ള കൈവിട്ട കളിക്കും പാകിസ്ഥാൻ ഇനി നീങ്ങിയേക്കാം. എന്നാൽ വളരെ പ്ലാനോടുകൂടി കൃത്യമായ വീക്ഷിച്ച ശേഷം മാത്രമേ ഇന്ത്യ നീങ്ങുകയുള്ളൂ.
പാകിസ്ഥാന്റെ മടയിൽ കയറി ആക്രമിക്കുമെന്നാണ് അജിത് ഡോവൽ പറഞ്ഞത്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണല്ലേ പ്രശാന്ത്? തീർച്ചയായും ഗോപിക, നേരത്തെ തന്നെ അതായത് ഇത് സംബന്ധിച്ച കൃത്യമായൊരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. എവിടെയൊക്കെയാണ് ആക്രമിക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ പറയുന്ന സ്ഥലങ്ങൾ പാക് ഒക്യുപ്പൈഡ്, പാക് അധീന കാശ്മീരുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നത് പാകിസ്ഥാനാണ്. ഇതിനു മുൻപേ തന്നെ അതായത് ഈ ആക്രമണം നമ്മൾ തിരിച്ചടിക്കാൻ തയ്യാറെടുക്കുന്നു. അതിനു മുൻപേ ഈ സംഭവം പഹൽഗാം ഉണ്ടായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ ചില വിവരങ്ങൾ, അതായത് പാകിസ്ഥാൻ സൈനിക മേധാവിയെ കാണാനില്ല എന്ന തരത്തിൽ ചില വാർത്തകൾ പുറത്തു വരുന്നു. അദ്ദേഹം അവിടെ പാകിസ്ഥാൻ അത് വലിയ ട്രോളായി മാറുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അന്താരാഷ്ട്ര ഏജൻസികളും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ നടത്തിയ ഒരു തിരച്ചിലോ അല്ലെങ്കിൽ അത്തരം വിവരശേഖരണത്തിന്റെ ഭാഗമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാൻ സൈനിക മേധാവി ലഷ്കർ ഇ തോയ്ബയുടെ ചില മേഖലകൾ കേന്ദ്രീകരിച്ച നിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ്. അവരുമായി കൃത്യമായി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ റോ അടക്കമുള്ള ഏജൻസികൾക്ക് ലഭിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നീക്കം. അതായത് വളരെ കൃത്യമായി തന്നെ ഇത് പാകിസ്ഥാന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി തന്നെ നടത്തിയത് എന്ന തരത്തിലാണ്. പാകിസ്ഥാന്റെ പാർലമെന്റ് ചേരുകയും ഒപ്പം തന്നെ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇന്ത്യ തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു വലിയ ആരോപണം ഉന്നയിച്ചത്. പക്ഷേ ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചത് അല്ലെങ്കിൽ ഇത്തരം നിലപാട് നമ്മൾ മുന്നോട്ട് വെച്ചത് തന്നെ ഇത്തരം ചില വിവരശേഖരണത്തിന്റെ ഭാഗമായി തന്നെയാണ്. കാരണം ഈ ആക്രമണം നടന്ന 3-4 ദിവസം കാണാതിരുന്ന പാകിസ്ഥാന്റെ സൈനിക മേധാവി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ പിന്നീട് ഇവരുമായി, അതായത് ലഷ്കർ ഇ തോയ്ബയോ ഹിസ്ബുൾ മുജാഹിദിനോ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടോ അവരുമായി നേരിട്ട് ബന്ധപ്പെടുകയോ അത്തരം സംവിധാനങ്ങളോട് സഹകരിക്കുകയോ ചെയ്യുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നു. മാത്രമല്ല ഈ തീവ്രവാദികൾക്ക് പ്രധാനമായും ഇവർ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ പാകിസ്ഥാൻ സേനാ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പരിശീലനം നൽകുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിച്ച് തന്നെയാണ് അതിശക്തമായ ഒരു നടപടി ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഒരു തരത്തിലും ഇപ്പോൾ സുബ്രഹ്മണ്യ ജയശങ്കറിന്റെ ട്വീറ്റ് അടക്കം വന്നിരിക്കുന്ന അങ്ങനെയാണ്, ദ വേൾഡ് മസ്റ്റ് ഷോ സീറോ ടോളറൻസ് ഫോർ ടെററിസം എന്ന് തന്നെയാണ്. ഒരു തരത്തിലും ഭീകരവാദത്തെ ഒരു രാജ്യവും ഒരു അന്താരാഷ്ട്ര സമൂഹവും അംഗീകരിക്കില്ല. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് കൃത്യം. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് നയതന്ത്രപരമായി എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. പാകിസ്ഥാനെ 2 രീതിയിൽ നേരത്തെ തന്നെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഒന്ന്, നദീജല കരാറുകളിൽ തടയുകയും ഒപ്പം തന്നെ അത് പിൻവലിക്കുകയും ചെയ്തുകൊണ്ടായിരിക്കും. ആ കാര്യത്തിൽ ഒരു നടപടിയും ഇനി ഒരു പുനരാലോചനയില്ല എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. മറ്റൊന്ന്, പാകിസ്ഥാൻ കപ്പലുകൾക്ക് നങ്കൂരമിടാനുള്ള അവസരം നിഷേധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ ഏതായാലും ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടപടി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അതിർത്തി കടന്ന് ആ ഒരു ആക്രമണം ഉണ്ടാകില്ലെന്ന് പാകിസ്ഥാൻ ഉറപ്പായിരുന്നു. പക്ഷേ അതിർത്തിക്ക് ഇപ്പുറത്ത് നിന്ന് കൃത്യമായി കേന്ദ്രങ്ങൾ കണ്ടെത്തി അവിടേക്കൊരു ആക്രമണം നടത്തുക എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.